ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 6 വലിയ ഉള്ളി അരിഞ്ഞത്, 4 വേറെയും 2 വേറെയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 5 ചതച്ചത്, പുതിനയില 1 പിടി, മല്ലിയില 1 പിടി, 4 തക്കാളി, 1/2 കപ്പ് തൈര്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ബിരിയാണി മസാല 2.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 നാരങ്ങ. ഇതാണ് ബിരിയാണി മസാല ഇവിടെ എടുത്തിട്ടുള്ളത്. കറിവേപ്പില ആവശ്യത്തിന്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി 50 ഗ്രാം വീതം, 6 kg നെയ്യ്, 100 ml ഒരു ബോട്ടിൽ, 2 കിലോഗ്രാം ചിക്കൻ, 1 കിലോഗ്രാം കൈമ ബിരിയാണി അരി. ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓയിൽ ഒരു പാത്രത്തിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 2 വലിയ ഉള്ളി ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലേക്കാവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. അണ്ടിപ്പരിപ്പ് ഇപ്പോഴേ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ മൂപ്പ് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി ആഡ് ചെയ്തു. ഇനി മുന്തിരി നല്ല ബോൾ പോലെ വീർത്ത് വരുന്നത് വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മിക്സ്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഈ ഗരം മസാല ഞാൻ ഇതിലേക്ക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ചിക്കൻ്റെ മസാലയിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച 4 വലിയ ഉള്ളി ഉണ്ടായിരുന്നു, അത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയുടെ നീരും ഉള്ളിയുടെ നീരും ഒക്കെ മിക്സായിട്ട് നല്ലൊരു മണമൊക്കെ വരും. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇതിപ്പോൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമുള്ളതാണ്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. ഇനി അടുത്തത് പച്ചമുളക് ചതച്ചെടുത്തത്, അത് 5 ആയിരുന്നു നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി മസാലപ്പൊടികൾ ബാക്കിയുള്ളത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലപ്പൊടികൾ ഇവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും മാത്രമാണ്. വേറെ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. പക്ഷേ നല്ല ടേസ്റ്റുമാണ് ഈ മസാലക്ക്. ഇപ്പോൾ മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിന ഇലയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇലകൾ ഇട്ടതിന് ശേഷം അധിക സമയം വേവിക്കാൻ പാടില്ല. ഇനി ഈ മസാലയിലേക്ക് നാരങ്ങ പിഴിഞ്ഞതും 1/2 കപ്പ് തൈരും കൂടി ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇതൊരു 2-3 മിനിറ്റ് മാത്രം ഇങ്ങനെ വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ. അത് വേറൊന്നും കൊണ്ടല്ല, ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നേരെ ഓപ്പോസിറ്റാണ് ചെയ്യാറ്. മസാലയിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ബിരിയാണിക്ക് മസാല റെഡിയാക്കാറ്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇടുക. എന്നിട്ട് ആ ചിക്കനെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല വെച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു പാത്രം എന്ന് എടുത്തു പറയാനുള്ള കാരണം, ഒരിക്കലും നമ്മൾ മസാല ഉണ്ടാക്കിയ ആ പാത്രം തന്നെ ദം ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അത് അടിയിൽ പിടിക്കും. അപ്പോൾ അടിയിൽ പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് അത് പാത്രത്തിൽ മാറ്റിയത്. ഇപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഇതിലേക്ക് ഒഴിക്കാനുള്ള നെയ്യ് റെഡിയാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഉള്ളി പൊരിച്ച് വെച്ച ഓയിൽ ബാക്കിയുള്ളതും കൂടെ 6 kg 100 ml ഒരു ബോട്ടിലായിരുന്നു ഞാൻ ഇവിടെ എടുത്തത്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള ചോറ് റെഡിയാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ അത്യാവശ്യം വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. അതിലേക്ക് വേണ്ട ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി ഇട്ടിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം ഊറ്റിയെടുക്കുക. ഇനി ദം എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ മസാലയുടെ മുകളിൽ ഒരു വാഴയില വെക്കുക. അതിന് മുകളിൽ കുറച്ച് ചോറ് എടുത്തിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് വിതറി കൊടുക്കുക. വീണ്ടും ചോറിടുക, ഉള്ളി അതിന് മുകളിലിടുക. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ നെയ്യ് ഉരുക്കി വെച്ചതുണ്ടായിരുന്നല്ലോ, അത് ഫുള്ളായിട്ട് മുകളിലൂടെ റൗണ്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ ഒരു 20 മിനിറ്റോളം ഇതൊന്ന് സ്റ്റൗവിൽ വെക്കാം. അതിന് മുകളിലായിട്ട് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയറ്റി വെക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ മുകളിലൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആവി വന്നിട്ടുണ്ടാവും. മുകളിലേക്ക് വരുന്നത് ഇങ്ങനെ കാണാം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് അങ്ങനെ തന്നെ അത് കീപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആണ് ബിരിയാണി പൊട്ടിക്കേണ്ടത്, അതായത് ദമ്മ് പൊട്ടിക്കുക. അപ്പോൾ ഈ മസാലേൻ്റെ ഒരു ലൈറ്റ് യെല്ലോ കളറും പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവറും ഒക്കെ നമുക്കത് പൊട്ടിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാൻ പറ്റും, നല്ല ഒരു ചോറ് നല്ല ഭംഗിയിലിങ്ങനെ വന്നിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് ചോറും
ചിക്കൻ്റെ മസാലയും നമ്മൾ സെപ്പറേറ്റ് ആക്കണം. ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിവിടെ വാഴയില വെച്ചതുകൊണ്ട് അത് സെപ്പറേറ്റ് ആക്കി. എന്നിട്ട് ഈ വാഴയില അതിൽ നിന്ന് എടുത്തതിന് ശേഷം അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് ആവശ്യമുള്ളവർക്ക് വറ്റിക്കാം. അതല്ല ആ ഗ്രേവി അങ്ങനെ തന്നെ ചോറിലേക്ക് കൂട്ടിയിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. ചോറും മസാലയും നമ്മൾ വേറെ വേറെ ആക്കി ഒരു പാത്രത്തിൽ. ഇനി ചോറ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ആ കളർ എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, നല്ല അടിപൊളി ബിരിയാണിയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കുക കമൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.